സാഹചര്യങ്ങളിൽ തുറന്നു കിടക്കും, ചിലപ്പോൾ പൂട്ടത്തില്ല, ചിലപ്പോൾ അകത്ത് കയറി സ്വരൂപം കുത്താനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പം മറന്നു പോയതാവാം. അതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇന്നലെ എങ്ങനെയായിരുന്നു അത് കിടന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമസ്കാരം. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഫാത്തിമ മാതാ പള്ളിയിൽ മാതാവിൻ്റെ രൂപം തകർത്ത നിലയിൽ കണ്ടെത്തി. ഈ പള്ളിയിലാണ് ഈ ഒരു സംഭവം ഇന്ന് രാവിലെ 5:30 ഉണ്ടായത്. പള്ളി വികാരി ഇന്ന് രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങി മടങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു കുരിശടിക്ക് തൊട്ടടുത്തായുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുരിശടിക്ക് തൊട്ട് പുറകിലായുള്ള മാതാവിൻ്റെ രൂപം തകർത്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇതാരാണ് ചെയ്തത്, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ കുരിശടിക്ക് തൊട്ട് പിറകിലുള്ള മാതാവിൻ്റെ രൂപമാണ് തകർത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരാണോ, മറ്റാരെങ്കിലുമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നിലവിലിപ്പോൾ സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഭാഗമല്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ നൽകുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 5:30 ഈ ഒരു സംഭവം കണ്ടെത്തിയിരിക്കുന്നത്. മാതാവിൻ്റെ രൂപം പൂർണ്ണമായി തകർന്ന നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു പ്രദേശവാസികളും പള്ളിയുമായി ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും തന്നെ പറയുന്നത് ഈ ഒരു രൂപം പെട്ടെന്ന് താഴേക്ക് വീഴാനുള്ള സാഹചര്യം ഇല്ല എന്നാണ്. കാരണം അവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. അത് പെട്ടെന്ന് താഴേക്ക് വീണ് അത്തരത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ല. ആരെങ്കിലും ബലം പ്രയോഗിച്ച് താഴേക്കിട്ടാൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു രൂപത്തിന് ഇങ്ങനെയുള്ള കേടുപാടുകൾ സംഭവിക്കൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? അറിഞ്ഞത് പ്രകാരം വികാരി അച്ഛൻ നടക്കാൻ പോയിട്ട് പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പൂജയുണ്ട് 6:30. പൂജ കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലാണ് ആദ്യം പെടുന്നത്. അദ്ദേഹമാണ് പിന്നെ ബാക്കി ആൾക്കാരെ അറിയിക്കുന്നതും പാരിഷ് കൗൺസിലുള്ള സെക്രട്ടറി കൈഷേരെയൊക്കെ അറിയിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മാതാവിൻ്റെ രൂപം എവിടെയായിരുന്നുണ്ട്? കുരിശിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ഒരു ഭക്തസംഘടനകളുണ്ട്, ലീജിയൻ ഓഫ് മേരി. ആ സംഘടനക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു സ്വരൂപമാണത്. ഇങ്ങനെ കാറ്റത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷിമൃഗാദികളോ തട്ടി അങ്ങനെ വീഴാനുള്ള സാധ്യത ഉണ്ടോ? അത് പോലീസാണ് നോക്കി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ സാധാരണ ഇതുവരെ വീണിട്ടില്ല, വീഴാനുള്ള സാധ്യതയും കുറവാണ്. മറിഞ്ഞ് വീഴുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് വീഴുന്നത്. അതിനെക്കുറിച്ച് അറിയത്തില്ല, അത് പോലീസാണ് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കേണ്ടത്. പ്രശ്നമുള്ള മേഖലയാണോ? പ്രശ്നം അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലും നല്ല സ്നേഹാന്തരീക്ഷത്തിലും പോകുന്ന വർഷങ്ങളായിട്ട് ഇടവക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു ഇടവകയും സമൂഹമാണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, ഒരു പ്രശ്നമില്ല. പുലർച്ചെയാണോ സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് പുലർച്ചെ. ആദ്യം കണ്ടത് ഇടവക വികാരിയാണ് കണ്ടതെന്നായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പള്ളിയിൽ കണക്കനുണ്ട്, പൂജയ്ക്ക് വേണ്ടി പള്ളി തുറക്കാനും മണിയടിക്കാനൊക്കെ വരുന്ന കണക്കനുണ്ട്. അദ്ദേഹവും അച്ഛനും വികാരി അച്ഛനുമാണ് ഇത് കണ്ടത്. ഗേറ്റ് ചാടി കിടക്കാനാണോ സാധ്യത, അല്ലെങ്കിൽ ഇതെങ്ങനെ തുറന്നിട്ട് തന്നെയാണോ ഈ ഒരു? അത് പല സാഹചര്യങ്ങളിൽ തുറന്നു കിടക്കും, ചിലപ്പോൾ പൂട്ടത്തില്ല, ചിലപ്പോൾ അകത്ത് കയറി സ്വരൂപം കുത്താനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പം മറന്നു പോയതാവാം. അതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇന്നലെ എങ്ങനെയായിരുന്നു അത് കിടന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. നിലവിലിപ്പോൾ പോലീസിന് പരാതി രാവിലെ പള്ളി കമ്മിറ്റിക്കാർ പോലീസിൽ വിളിച്ചറിയിക്കുക. ഒരു അസ്വാഭാവികത ഉള്ളതായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അങ്ങനെ ഈ പ്രദേശത്തുനിന്ന് അങ്ങനെ ഒരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. പോലീസിന് റിപ്പോർട്ടില്ല. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ CIയും SHOയും സകല പോലീസുകാരും വന്നിട്ടുണ്ട്.
അവരാണ് ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു സംഭവത്തെ ഈ നാട്ടുകാരും പള്ളി വികാരിയും ഉൾപ്പെടെയുള്ളവർ വലിയ ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ ഒരു പള്ളിയുടെ കവാടത്തിന് തൊട്ട് മുൻപിലായി CCTVകളോ മറ്റൊന്നും തന്നെയില്ല. നമുക്ക് ഈ ജംഗ്ഷനിൽ മാത്രമാണ് ഒരു CCTV ഉള്ളത്. എന്തായാലും ഈ ഒരു സംഭവം ഇന്ന് 5:30 കൂടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അവർ മൊഴി നൽകാൻ പോയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് അവർ പള്ളിയിൽ കണ്ടത്, മാതാവിൻ്റെ രൂപത്തിന് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം തന്നെ വിശദീകരിക്കാൻ വേണ്ടി അവർ മൊഴി നൽകുവാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു CCTV നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പള്ളിയുമായി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു CCTV ആണത്. ഈ CCTVയിലാണ് അതായത് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു രൂപത്തെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു CCTVയിലാണ് ആ ദൃശ്യം പതിയാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ ഒരു CCTV വെറും നോക്കുകുത്തിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു CCTV വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിനുള്ളിൽ CCTV ഇല്ല. അതായത് വർഷങ്ങളോളമായി ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ ഇതിലൊരു അത്ഭുതകരമായൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇപ്പോഴും ഈ CCTVക്ക് വേണ്ടി KSEBയിൽ പണം അടയ്ക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു CCTVയിലായിരുന്നു ഇത്തരത്തിൽ പള്ളിയിലേക്ക് അതിക്രമിച്ച് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ, മാതാവിൻ്റെ ഈ ഒരു രൂപം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പതിയേണ്ടിയിരുന്നത്. നമ്മളെ നാട്ടിലെ CCTVയുടെയൊക്കെ സാഹചര്യം ഇതാണ് എന്ന് വിളിച്ചോതുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുറകുവശം കാണുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്തരത്തിലുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു മാതാവിൻ്റെ രൂപക്കോട് തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.